ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് പുതിയൊരു ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ മെറ്റീരിയൽ ടെക്നോളജി, വർക്ക്ഷോപ്പ് ടെക്നോളജിയുടെ കൂടെ തന്നെ വരുന്ന മെറ്റീരിയൽ ടെക്നോളജി എന്ന സബ്ജക്റ്റിൽ വളരെ പ്രധാനമായിട്ടും വരുന്ന ഒരു ടോപ്പിക്കാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് ടൈപ്സ് ഓഫ് പൈപ്പ്സ്, അതുപോലെ തന്നെ പൈപ്പ് ജോയിൻസും കാര്യങ്ങളൊക്കെ. പൈപ്പ് ജോയിൻസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ അതിൻ്റെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഡ്രോയിങ്ങിൽ, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ ഒരുപാട് പഠിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് മെക്കാനിക്കൽ തിയറിയിലും അതിന് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ തിയറി പോർഷൻസും നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെക്കാനിക്കൽ ടോപ്പിക്സാണ് പൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളൊക്കെ നോർമലി ഒരുപാട് ടൈപ്പ് ഓഫ് പൈപ്പുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്, അതിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു മെറ്റീരിയൽ വെച്ചിട്ടും നമ്മൾ പൈപ്പ് നിർമ്മിക്കുന്നുണ്ട്. ഒരുപാട് ടൈപ്പ് ഓഫ് പൈപ്പ്സ് ഉണ്ട്. അതായത് അതിൻ്റെ മെറ്റീരിയലിനനുസരിച്ചിട്ട് അതിനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് പൈപ്പ്സ്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പൈപ്പ്സ് കാണാൻ സാധിക്കും. അതായത് അതിൻ്റെ പേരുകൾ ഏതൊക്കെയാണ് അതിൽ പ്രധാനപ്പെട്ടത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കാസ്റ്റ് അയൺ പൈപ്പ്സ്. കാസ്റ്റ് അയൺ എന്നുള്ളതിൻ്റെ ഷോർട്ടായിട്ടാണ് നമ്മൾ CI എന്ന് പറയുന്നത്. ഓക്കെ, കാസ്റ്റ് അയൺ. രണ്ടാമത്തത് സ്റ്റീൽ പൈപ്പ്സ്, ഗാൽവനൈസ്ഡ് അയൺ അഥവാ GI പൈപ്പ്സ്, കോപ്പർ പൈപ്പ്സ്, പ്ലാസ്റ്റിക് ഓർ പോളിത്തീൻ ഓർ PVC പൈപ്പ്സ്. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് അല്ലേ PVC പൈപ്പ്സ് എന്നുള്ളത്. പോളിവിനൈൽ ക്ലോറൈഡ് എന്നാണ്. ആസ്ബസ്റ്റോസ് സിമെൻറ്റ് പൈപ്പ്സ്, കോൺക്രീറ്റ് പൈപ്പ്സ് ആൻഡ് പോളിപ്രൊപ്പിലീൻ പൈപ്പ്സ്. പോളിപ്രൊപ്പിലീൻ്റെ മറ്റൊരു പേരാണ് PPR എന്നാണ് ഷോർട്ടായിട്ട് പറയുക. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പൈപ്പ്സ്, അതിൻ്റെ പേരുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് തൊട്ട് മുന്നേ, പ്ലാസ്റ്റിക്കിന് തൊട്ട് മുന്നേ പഠിച്ചിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു ഭാഗം, അതിൽ നമ്മൾ ഫെറസ് മെറ്റൽസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ നോൺ ഫെറസ് മെറ്റൽസിനെ കുറിച്ചിട്ടെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിരുന്നു. ഓരോ ഫെറസ് മെറ്റൽസിനെ കുറിച്ചിട്ട്, അതുപോലെ അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എത്രയാണ്, അത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ നോൺ ഫെറസ് മെറ്റൽസിൻ്റെ പേരുകളും അതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടാൽ ഓർത്താൽ മനസ്സിലാവും അതേ ഒരു പേരുകൾ തന്നെയാണ്. കാസ്റ്റ് അയൺ, സ്റ്റീല്, ഗാൽവനൈസ്ഡ് അയൺ, അതുപോലെ തന്നെ കോപ്പർ, പ്ലാസ്റ്റിക്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ അതിൽ പഠിച്ചു. അതേ ഒരു മെറ്റീരിയൽ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ്സ്, GI പൈപ്പ് എന്നൊക്കെയാണ് പറയുക. നമ്മൾ നോർമലി കടയിലൊക്കെ കേട്ടിട്ടുണ്ടാകും GI പൈപ്പ്, മറ്റേ GI റൂഫിംഗ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ GIൻ്റെ പൈപ്പ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഹെഡിങ് എന്താണ്? ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ് എന്നാണ്. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് അതിൽ വരുന്ന കാര്യങ്ങളെന്ന്. This type of pipe is used for water supply work inside the building. These pipes are wrought steel pipes provided with zinc coating. Okay, ഈ ഗാൽവനൈസ്ഡ് അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സിങ്ക് എന്ന് പറയുന്ന ഒരു മെറ്റൽ ഉണ്ട് അല്ലേ, നോൺ ഫെറസ് മെറ്റൽ ഉണ്ട്. സിങ്കിനെ കുറിച്ചിട്ടും സിങ്കിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഇതിന് മുന്നുള്ള വീഡിയോയിൽ കൃത്യമായിട്ട് പഠിച്ചതാണ്. സിങ്കിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റും 419 ഡിഗ്രി സെൽഷ്യസ് ആണെന്നൊക്കെ ഉള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള ഒരു മാറ്ററാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. This type of pipe is used for water supply work inside the building. ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്കുള്ള വാട്ടർ സപ്ലൈന് യൂസ് ചെയ്യുന്ന പൈപ്പ് അല്ലേ, വാട്ടർ സപ്ലൈന് യൂസ് ചെയ്യുന്ന പൈപ്പിന് നമ്മൾ എന്താണ് ഈ GI പൈപ്പുകൾ ഉപയോഗിക്കും. പിന്നെ ഇതിൽ രണ്ടാമത് പറയുന്ന പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ദീസ് പൈപ്പ്സ് ആർ റോഡ് സ്റ്റീൽ പൈപ്പ് പ്രൊവൈഡഡ് വിത്ത് സിങ്ക് കോട്ടിംഗ്. ഈ പൈപ്പ് എന്ന് പറയുന്നത് ശരിക്കും റോഡ് സ്റ്റീലിൻ്റെ പൈപ്പാണ്. അതിന് മുകളിൽ നമ്മൾ ഈ സിങ്ക് പൂശുന്ന ഒരു പരിപാടിയുണ്ട്. ആ സിങ്ക് പൂശുന്നത് കൊണ്ടാണ് അത് ഗാൽവനൈസ്ഡ് അയണായി മാറുന്നത്. ഓക്കെ, സ്റ്റീലിൻ്റെ പൈപ്പിൽ സിങ്ക് എന്ത് ചെയ്യാണ്, ലാമിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് സിങ്ക് കോട്ടിങ് കൊടുക്കണം. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഗാൽവനൈസ്ഡ് അയൺ പൈപ്പായിട്ട് മാറുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഏരിയാസ് നോക്കാം. വാട്ടർ ആൻഡ് സീവേജ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു അല്ലേ, വാട്ടറിൻ്റെ സപ്ലൈക്ക് വേണ്ടിയിട്ടാണ് ഇത് ഏറ്റവും പ്രധാനമായിട്ടും ഉപയോഗിക്കുക എന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ സീവേജ്, വേസ്റ്റ് വാട്ടർ കാര്യങ്ങളൊക്കെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫയർ ഫൈറ്റിംഗ് ഇൻസ്റ്റലേഷൻ. ഓക്കെ, ഫയർ ഫൈറ്റിംഗ് ഏരിയ, അതായത് നമുക്ക് പെട്ടെന്ന് തീ പിടിക്കുന്ന ഏരിയയിലൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. കാരണം അത്ര പെട്ടെന്ന് എന്ത് ചെയ്യുന്നില്ല, ഹീറ്റിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, പ്ലംബിംഗ് സിസ്റ്റത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു GI പൈപ്പ് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ
നോക്കുന്നത് ഗാൽവനൈസ്ഡ് അയേൺ പൈപ്പ്സ് എന്ന് പറയുന്നത്. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ GI പൈപ്പ്സ് എന്ന് പറയാം. ഓക്കെ, GI പൈപ്പ്. ഓക്കെ, GI പൈപ്പ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. GI എന്നുള്ള ഒരു വാക്ക്, ഗാൽവനൈസ്ഡ് അയേൺ എന്നാണ് GIൻ്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പോൾ ഈ പൈപ്പ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? പ്രധാനമായിട്ടും ഒരു ബിൽഡിങ്ങിൽ, ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ എന്താണ് വാട്ടർ സപ്ലൈക്കൊക്കെയാണ് പ്രധാനമായിട്ടും ഗാൽവനൈസ്ഡ് അയേണിൻ്റെ ഈ ഒരു പൈപ്പ്സ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വാട്ടർ സീവേജ്, അതുപോലെ തന്നെ ഫയർ ഫൈറ്റിംഗ് ഇൻസ്റ്റാളേഷൻ ആൻഡ് പ്ലംബിംഗ് സിസ്റ്റം, ഈ മേഖലകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് ഗാൽവനൈസ്ഡ് അയൺ? റോഡ് സ്റ്റീൽ പൈപ്പ്സിൽ സിങ്ക് കോട്ടിംഗ് കൊടുക്കുന്നതിന്, ഓക്കെ, സിങ്ക് കോട്ടിംഗ് കൊടുത്തിട്ടുള്ള പൈപ്പുകളാണ് ഇത് ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്താണ്, ഏതൊക്കെ ടൈപ്പ് പൈപ്പ്സാണ് നമ്മുടെ കയ്യിലുള്ളത്? കാസ്റ്റിയാണ്, സ്റ്റീൽ പൈപ്പ്സ്, ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ്സ്, കോപ്പർ പൈപ്പ്സ്, പ്ലാസ്റ്റിക് ഓർ പോളിത്തീൻ, ആസ്ബസ്റ്റോസ്, കോൺക്രീറ്റ് പൈപ്പ്, പോളിപ്രോപ്പിൽ, അങ്ങനെ ഒരുപാട് ടൈപ്പ്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ അതിൽ ഗാൽവനൈസ്ഡ് അയൺ പൈപ്പ്സ് എന്താണ്, അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ നോക്കിയത്. ഓക്കെ, താങ്ക് യു.